आंसू नहीं है, हम खुशी खोया है, हमने कुछ भी नहीं खाया है, इसलिए कि जो मेहमानों से आज जो गद्दारी हुई है ये कभी हम बर्दाश्त नहीं करेंगे। हमारी जान है, हमारी ചങ്ങളെല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാശ്മീരിൽ നടന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വേറൊന്നല്ല, അവിടെ അരുതാത്താണ് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും സംഭവിക്കാനത് പാടില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലത്തെ പല മാപ്രകളും ഇതിനെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിട്ട് പല രീതിയിലുള്ള തമ്മിൽ തല്ലിക്കുന്ന ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആരും അതിലൊന്നും ചെന്ന് വീഴാതെ വരാൻ പോകുന്ന ഇലക്ഷൻ പ്രമാണിച്ചിട്ട് സത്യത്തിൽ നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു മതസൗഹാർദ്ദം നമ്മളിപ്പോൾ നേരത്തെ കണ്ട വീഡിയോയിൽ കാണിച്ചു കണ്ടില്ലേ, കാശ്മീർ മുസ്ലിം ജനതയുടെ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള തീവ്രവാദത്തോടുള്ള ആ പ്രതിഷേധമാണ് അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യൻസെന്നോ ഒന്നും എന്താ പറയുക വേർതിരിവില്ലാതെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ തമ്മിൽ തല്ലി അല്ലെങ്കിൽ എന്താ പറയുക മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുന്ന അതിനിടയിൽ കിടന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കൾ ഒരുപാട് നമ്മുടെ ചുറ്റിലുണ്ട്. അപ്പോൾ അതിലൊന്നും ചെന്ന് പെടാതെ പ്രകോപനം എന്താ പറയുക, നമുക്ക് നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ആ സ്നേഹം നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ നമുക്ക് സാധിച്ചു. കാരണം മറ്റൊന്നല്ല, ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിർത്തിയിൽ നമ്മുടെ അതായത് ബാരാമുള്ള എന്ന് പറഞ്ഞിട്ടുള്ള അതിർത്തിയുടെ ഒരു സ്ഥലത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 4 തീവ്രവാദികളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചടിക്കാൻ കഴിവില്ലാത്ത ഒരു രാജ്യമല്ല, തിരിച്ചടിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് മുകളിൽ ഇരിക്കുന്നതും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക മതം കുത്തിക്കയറ്റാതെ അല്ലെങ്കിൽ എന്താ പറയുക തീവ്രവാദത്തിനെ നമ്മുടെ നാട്ടിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്തായാലും അനുവദിക്കില്ല. ഞാൻ പറഞ്ഞൊരു ഉദ്ദേശശുദ്ധി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക, സത്യസന്ധമായ വാർത്തകൾ മാത്രം പടച്ചുവിടുക. ഇത് മാപ്രകൾക്കുള്ള ഒരു വാണിംഗും കൂടിയിട്ടാണ്.